മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഷുഗറിനും കൊളസ്ട്രോളിനും പറ്റിയ ഒരു മരുന്നുണ്ടാക്കാം. പഴയ കാലത്തുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിയുന്ന ഒരു മരുന്നാണത്. എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയന്മാരൊക്കെ വൈദ്യന്മാരൊക്കെ ആയിരുന്നു. അവരൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്, കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. നമുക്കും ഒന്നും ഉണ്ടാകാം അതുപോലെ. എന്താ വേണ്ടിയെന്നറിയാമോ? അതാണ്ടോ വാഴപ്പിണ്ടി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കത് ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിഞ്ഞ് എടുത്തത് നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ ചണ്ടിയെല്ലാം മാറി. ഇനി നീരാണ്. നമുക്ക് ആ നീരെങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് ആ നീരിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. പിഴിഞ്ഞെടുത്തതിനകത്തേക്ക് നമുക്ക് ലേശം ഉപ്പിടാം. എന്നിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്കതൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. കണ്ടോ, നല്ല യൂസ്. ഇങ്ങനെ രുചികളൊന്നുമില്ല, കയ്പില്ല, ചമർപ്പില്ല, ഒന്നുമില്ല. കാണുമ്പോൾ എല്ലാവരും വാഴപ്പിണ്ടി ഇത് കറയല്ല കേട്ടോ, വാഴപ്പിണ്ടിയുടെ നീര. രുചികളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒന്ന് കുടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. നല്ല നാരങ്ങ വെള്ളം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഷുഗറുണ്ട്, ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഷുഗറുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. എല്ലാവരുടെയും ഷുഗർ മാറട്ടെ. എല്ലാവരും നല്ല രോഗമില്ലാത്തവരായി ജീവിക്കട്ടെ. ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. വാഴപ്പിണ്ടി കൊണ്ട് നീരെടുത്തിട്ട് ഷുഗറിനും കൊളസ്ട്രോളിനും പറ്റിയ നല്ലൊരു മരുന്ന്. എല്ലാവർക്കും കഴിക്കാനും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന മരുന്ന്. എല്ലാ നാട്ടുകാർക്കും ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഒരു ചമർപ്പൊന്നുമില്ല കേട്ടോ. നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഉപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും നാരങ്ങ വെള്ളം പോലെ തന്നെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും രോഗമില്ലാത്തവരായി ജീവിക്കട്ടെ. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങളിത് ഉണ്ടാക്കി നോക്ക്. നല്ലൊരു ഔഷധമാണ്. ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ്. നാടൻ മരുന്നാണ്, ആയുർവേദ മരുന്നാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.